തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് മേഘയുടെ പിതാവ് മധുസൂദനൻ ആവശ്യപ്പെട്ടു. പത്തനംതിട്ട അതിരുങ്കലിലെ വീട്ടുവളപ്പിൽ മേഘയുടെ മൃതദേഹം സംസ്കരിച്ചു. വിമാനത്താവളത്തിനും മേഘയുടെ താമസ സ്ഥലത്തിനുമിടയിൽ റെയിൽവേ പാതയില്ല. എന്തിനാണ് റെയിൽവേ പാതയുള്ള സ്ഥലത്തേക്ക് മേഘ പോയതെന്ന് സംശയമുണ്ടെന്ന് പിതാവ് മധുസൂദനൻ പറയുന്നു. ദുരൂഹത സംശയിക്കുന്നുണ്ടെന്നും വിശദമായ അന്വേഷണം വേണമെന്നും പിതാവ് ആവശ്യപ്പെട്ടു. കുടുംബവുമായി നിരന്തര സമ്പർക്കമുള്ള മേഘയ്ക്ക് മറ്റു പ്രശ്നങ്ങൾ ഉള്ളതായി അറിവില്ല. ഐബിയിലെ ഉദ്യോഗസ്ഥരുമായി മേഘയ്ക്ക് സൗഹൃദമുണ്ടായിരുന്നുവെന്നും ഇക്കാര്യം വീട്ടിൽ അറിയാമായിരുന്നുവെന്നും പിതാവ് പറയുന്നു. മേഘ അവസാനമായി ഫോണിൽ സംസാരിച്ചത് ആരുമായിട്ടാണെന്നത് അന്വേഷിക്കണമെന്നും പിതാവ് ആവശ്യപ്പെട്ടു. ഷിഫ്റ്റ് കഴിഞ്ഞിറങ്ങി വീട്ടിലേക്ക് അല്ലെങ്കിൽ റൂമിലേക്ക് പോകണമെന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ അവൾ പോകുന്ന വഴിക്ക് റെയിൽവേ ട്രാക്കൊന്നും ഇല്ല. അപ്പോൾ ഈ റെയിൽവേ ട്രാക്കിൽ പോകണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടാകും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ദുരൂഹത ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ ആ ഫോൺ ആര് ചെയ്തു എന്നറിയാൻ പറ്റും. കാരണം ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് ട്രാക്കിൽ കൂടെ നടന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞതായിട്ടാണ് അവർ പറയുന്നത്. അത് ഇവർ ട്രെയിനിങ്ങിന് പോയപ്പോൾ ഇവരുടെ ബാച്ചിലുള്ള ഒരാളുമായിട്ട് ചെറിയ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് അത് അങ്ങനെ ഒരു ഫോൺ വിളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി അതുമായിട്ട് ബന്ധപ്പെട്ടാണോ അന്നേരം വിളിച്ചിരുന്നതെന്നും ഇത് സംഭവിച്ചതെന്നും നമുക്ക് അന്വേഷണത്തിൽ കണ്ടുപിടിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ അന്വേഷണം ആവശ്യപ്പെട്ടത്. റിട്ടയർഡ് ഗവൺമെന്റ് IT പ്രിൻസിപ്പൽ മധുസൂദനന്റെ പാലക്കാട് കളക്ടറേറ്റ് ജീവനക്കാരി നിഷയുടെ ഏക മകളാണ് മേഘ. 1 മാസം മുൻപാണ് മേഘ അവസാനമായി നാട്ടിലെത്തിയത്. 1 വർഷം മുൻപ് മേഘ വിമാനത്താവളത്തിൽ ജോലിയിലും പ്രവേശിച്ചു. അതിരുങ്കലിലെ വീട്ടിൽ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ജനം, പത്തനംതിട്ട.